الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم أولا يرون أنهم يفتنون في كل عام مرة أو مرتين ثم لا يتوبون ولا هم يذكرون ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസിനികളെ, സൃഷ്ടികർത്താവും സർവ്വലോക നിയന്താവും സർവ്വ അനുഗ്രഹങ്ങളുടെയും ദാതാവുമായ അല്ലാഹുവിന്റെ വിധികളും വിലക്കുകളും യഥോചിതം പാലിച്ചുകൊണ്ട് തഖ്വ കൈവിടാതെ മുന്നോട്ടു പോകണമെന്ന് സ്വന്തത്തെ വിസ്മരിക്കാതെ ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം പാലിച്ച് അവനിഷ്ടപ്പെട്ട വഴിയിൽ മരണം വരെ മുന്നോട്ടു പോകാനുള്ള എല്ലാവിധ തൗഫീഖും നമുക്കേവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരാമുഖമില്ലാത്ത വിധം മനോമുഖരത്തിൽ നീറ്റലായി അവശേഷിക്കുകയാണ് വയനാട്. നമ്മെപ്പോലെ ഭക്ഷണം കഴിച്ച് കുടുംബത്തോടൊപ്പം രാത്രി സല്ലപിച്ച് ഉറങ്ങാൻ കിടന്നവരാണ് ഘോര ശബ്ദം കേട്ട് നെട്ടി ഉണരുന്നത്. വാതിൽ തുറക്കുമ്പോൾ കഴുത്തറ്റം വരെ ചളിയും മരവും അതിശക്തമായ വേഗതയിൽ പാഞ്ഞെടുക്കുന്ന ജലപ്രവാഹവും കണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ നെട്ടോട്ടമോടിയവർ, കയ്യിൽ കിട്ടിയ മക്കളെയും എടുത്ത് മല കയറിയവർ, അല്ലാഹുവിന്റെ തൗഫീക്ക് കൊണ്ട് അവധിയെത്താത്തവരെല്ലാം അതിൽ നിന്ന് രക്ഷപ്പെടുകയും അവധിയെത്തിയവരെല്ലാം ആ മഴവെള്ളപ്പാച്ചിലിൽ മനുഷ്യന്റെ ശക്തി കൊണ്ടും അവനുണ്ടാക്കിയവന്റെ പാർപ്പിടം കൊണ്ടും അവന്റെ ശാരീരിക കരുത്തുകൊണ്ടും അവന്റെ കുടുംബപരമായ ഭദ്രത കൊണ്ടും ചെറുത്തു തോൽപ്പിക്കാൻ കഴിയാത്ത വിധം ശക്തമായി കുതിച്ചെത്തിയ മഴവെള്ളപ്പാച്ചിലിൽ അവർ ഞെരിഞ്ഞമരുകയും ഈ ലോകത്ത് നിന്ന് യഥാർത്ഥ ലോകത്തേക്ക് പ്രവേശിക്കുകയും ചെയ്തിരിക്കുകയാണ്. അല്ലാഹു ഇത്തരം ദുരന്തങ്ങളിൽ നിന്ന് നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. ദുരന്തമുഖത്ത് നേരിട്ടുകൊണ്ടിരിക്കുന്ന വെല്ലുവിളികൾ അതിജയിക്കാൻ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർക്ക് പടച്ചറബ് കരുത്ത് പ്രദാനം ചെയ്യട്ടെ. ഇത്തരം ഭീകരമായ പരീക്ഷണത്തിൽ ഒറ്റപ്പെട്ടുപോയ, സമ്പത്തും മക്കളും കുടുംബവും ഒക്കെ നഷ്ടപ്പെട്ടുപോയ നമ്മുടെ സഹജീവികൾക്ക് അല്ലാഹു ക്ഷമയും
സദ്വിചാരവും പ്രതിഫലവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആ മണ്ണിനടിയിൽ മരിച്ചു കിടക്കുന്ന അല്ലെങ്കിൽ ആ ദുരന്തത്തിൽ അകപ്പെട്ടുപോയ വിശ്വാസികൾക്ക് അല്ലാഹു ഷഹാദത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരന്മാരെ, അല്ലാഹു നമ്മുടെ വിശ്വാസത്തെ പരീക്ഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അലിഫ് ലാം റാ അഹസിബന്നാസ് അൻ യുത്രകൂ അൻ യഖൂലു ആമന്നാ വഹും ലാ യുഫ്തനൂൻ. നിങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയുന്നതോടുകൂടെ നിങ്ങൾ പരീക്ഷിക്കപ്പെടുകയില്ലെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? വലഖദ് ഫതന്നല്ലദീന മിൻ ഖബ്ലിഹിം, നിങ്ങളുടെ മുൻഗാമികൾ ഒരുപാട് പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അവരിൽ ആരാണ് സത്യസന്ധന്മാരെന്നും ആരാണ് വ്യാജവാദികളെന്നും തിരിച്ചറിയാൻ വേണ്ടി എന്നാണ്. ഈ ദുരന്തമുഖങ്ങളിൽ ഉയർന്നു കേൾക്കുന്ന ചില ചോദ്യങ്ങളാണ് ദൈവം എവിടെ പോയി എന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹയ്യും ഖയ്യൂമുമാണ്. അവൻ സൃഷ്ടികളെക്കുറിച്ച് കൃത്യമായി അറിയുന്നവനാണ്. അവൻ സൃഷ്ടികളുടെ മേൽ മേലാധികാരമുള്ളവനാണ്. മനുഷ്യരില്ലാത്ത ലോകത്ത്, ഈ പ്രകൃതിയില്ലാത്ത കാലത്ത് ഈ പ്രകൃതിയെ ഉണ്ടാക്കിയവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ബദീഉസ് സമാവാതി വൽ അർദ്, മുൻമാതൃകയില്ലാതെ ഈ പ്രപഞ്ചത്തെ ഉണ്ടാക്കിയവനാണ് അല്ലാഹു. പ്രപഞ്ചത്തിൽ മനുഷ്യനില്ലായിരുന്നു. മനുഷ്യനില്ലാത്തിടത്ത് നിന്ന് വഇദ് ഖാല റബ്ബുക ലിൽ മലായികതി ഇന്നി ജാഇലുൻ ഫിൽ അർദി ഖലീഫ, ഭൂമിയിൽ ഞാൻ മനുഷ്യരെ സൃഷ്ടിക്കാൻ പോവുകയാണ് എന്ന് മലക്കുകളോട് സംഭാഷണം നടത്തിയ വിവരം വിശുദ്ധ ഖുർആൻ 2-ാം അധ്യായം സൂറത്ത് അൽ ബഖറയിൽ അല്ലാഹു എടുത്തു കൊടുക്കുന്നുണ്ട്. കളിമണ്ണിന്റെ സത്തയിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് മനുഷ്യനെ ഉണ്ടാക്കിയിരിക്കുന്നത്. വകൈഫ തക്ഫുറൂന ബില്ലാഹ് വകുൻതും അംവാതും ഫഅഹ്യാകും സുമ്മ യുമീതുകും സുമ്മ യുഹ്യീകും സുമ്മ ഇലൈഹി തുർജഊൻ. നീ എങ്ങനെയാണ് പടച്ച റബ്ബ് ഇല്ല എന്ന് പറയുന്നത്? നിന്നെ സൃഷ്ടിച്ചത് നീയാണോ? അല്ല, നീ ഒന്നിൽ നിന്നുമല്ലാതെ വെറുതെ ഉണ്ടായതാണോ? കൈഫ തക്ഫുറൂന ബില്ലാഹ്, നീ എങ്ങനെ അല്ലാഹുവിനെ നിഷേധിക്കും? വകുൻതും അംവാത, നിനക്ക് ഇല്ലായ്മ എന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. നിർജീവമായ ഒരു കാലഘട്ടം നിനക്കുണ്ടായിരുന്നു. മാതാവിന്റെ ഗർഭത്തിലെ ആദ്യത്തെ 4 മാസം നിർജീവമായ ഒരു കാലഘട്ടമായിരുന്നു. മണ്ണ് കുഴച്ചു വെച്ച കാലഘട്ടം ആദമിന് നിർജീവമായ ഒരു കാലാവസ്ഥയും അന്തരീക്ഷവുമായിരുന്നു ഉണ്ടായിരുന്നത്. ആ നിർജീവതയിൽ നിന്ന് നിങ്ങൾക്ക് ജീവൻ നൽകിയ സൃഷ്ടാവാകുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല. ആ പടച്ച റബ്ബിന്റെ കരുത്തും അവന്റെ കഴിവും അവന്റെ തുണയും അവന്റെ റഹ്മത്തും അവന്റെ എല്ലാ തരത്തിലുമുള്ള ഖുദ്റത്തും വാരി വിതറിയിട്ടിരിക്കുകയാണ് ഈ പ്രപഞ്ചത്തിലുടനീളം. ഏതൊരു പരീക്ഷണത്തിലും നാം വായിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. ഏതൊരു റഹ്മത്തിലും നാം വായിക്കേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ ലആയാതിൻ ലിഉലിൽ അൽബാബ്. തീർച്ചയായിട്ടും ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിൽ, രാപ്പകലുകളുടെ ഈ ഗതി മാറി വരുന്ന അവസ്ഥയിൽ, അതുപോലെ തന്നെയുള്ള ഈ പ്രപഞ്ചത്തിലെ നിരവധി അനുഗ്രഹങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ തിരയുന്നവർക്ക് പടച്ച റബ്ബിനെ കാണാം എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു നമ്മളെ ഓർമ്മപ്പെടുത്തുമ്പോൾ, സുഹൃത്തുക്കളെ, എല്ലാറ്റിന്റെയും നിയന്ത്രണം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കലാണ്. അല്ലാഹു ഒരിക്കലും ഒരാളെയും ഉപദ്രവിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരാളെയും അല്ലാഹു ബുദ്ധിമുട്ടിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ ലോകത്തെ ജീവിതമെന്ന് പറയുന്നത് പരീക്ഷണമാണ്. ഈ പരീക്ഷണ ലോകത്ത് നാം അങ്ങേയറ്റത്തെ ദുർബലന്മാരാണ്. ഖുലിഖൽ ഇൻസാന ദഈഫ, മനുഷ്യൻ അവന്റെ എല്ലാം കൊണ്ടും ദുർബലനാണ്. വിജ്ഞാനമുണ്ടെന്ന് നാം പറയുന്നു, സമ്പത്തുണ്ട്, ആരോഗ്യമുണ്ട്, കുടുംബമുണ്ട്, നമുക്ക് രാഷ്ട്രീയ സ്വാധീനമുണ്ട് എന്ന് നാം പറയുന്നു. നമുക്ക് ആരെയും ആശ്രയിക്കേണ്ട അവസ്ഥയില്ലാത്ത വിധം ഒറ്റക്കാലിൽ നിൽക്കാൻ ഞാൻ പര്യാപ്തനായിട്ടുണ്ട് എന്ന് നാം പറയുന്നു. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറയുന്നത് ഖുലിഖൽ ഇൻസാനു ദഈഫ, മനുഷ്യനെ നാം ദുർബലനായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. യാ അയ്യുഹന്നാസ്, ഏ ജനങ്ങളെ, അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിലേക്ക് ദരിദ്രന്മാരാണ്, നിങ്ങൾ പട്ടിണി പാവങ്ങളാണ്, നിങ്ങൾ അല്ലാഹുവിലേക്ക് ആവശ്യക്കാരാണ്. പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കരുണാ കടാക്ഷമില്ലാതെ ഒരു നിമിഷം പോലും നമുക്കിവിടെ ജീവിക്കാൻ സാധ്യമല്ല. ഗോളാകൃതിയിലുള്ള ഭൂമിയെ പിടിച്ചു നിർത്തിയവൻ അവനാണ്. ഈ പ്രപഞ്ചത്തെ നമുക്ക് വേണ്ടി വാസിക്കാൻ യോഗ്യമാക്കി തന്നത് അവനാണ്. പ്രവിശാലമായ ആകാശ പന്തലിനെ ഒരു തൂണുപോലുമില്ലാതെ പിടിച്ചു നിർത്തിയത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. ഭൂമിയിലെ വെള്ളത്തെ ആകാശത്തേക്ക് ബാഷ്പീകരിച്ചെടുത്ത് ശുദ്ധജലമായിട്ട് നമുക്ക് വർഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, അത് ഊറ്റിക്കുടിച്ച് ഭൂമിക്കകത്തൊളിഞ്ഞു കിടക്കുന്ന വിത്തുകളെ നമുക്ക് മുളപ്പിച്ച് നൽകുന്നത് എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. ഒന്നും നമ്മുടെ സിദ്ധി കൊണ്ട് നമ്മൾ നേടിയെടുത്തതല്ല. അല്ലാഹുവിന്റെ കരുണയില്ലാതെ നമുക്ക് കാണാനാവില്ല, നമുക്ക് കേൾക്കാനാവില്ല, ഒരു പൾസ് പോലും മുകളിലേക്ക് എടുക്കാനാവില്ല. മുകളിലേക്ക് എടുത്ത ഓക്സിജൻ പുറത്തേക്ക് നിശ്വസിക്കാനുള്ള കരുത്ത് പോലും
നമുക്കില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല എവിടെ വെച്ച് നിർത്തുന്നുവോ അവിടെ വെച്ച് അവസാനിക്കാൻ നിമിത്തമാക്കപ്പെട്ടവരാണ് നമ്മളെല്ലാവരും. അതുകൊണ്ട് തന്നെ നമ്മുടെ നിയന്ത്രണം ആരുടെ കയ്യിലാണോ അവന്റെ കരുത്തിനെ കുറിച്ച് ഓർക്കാനുള്ള സന്ദർഭമാണിത്. അള്ളാഹുവിന്റെ കൈകളിലാണ് ഇതിന്റെ എല്ലാം നിയന്ത്രണമെന്ന് ബോധ്യപ്പെടേണ്ട സന്ദർഭമാണിത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ പ്രപഞ്ചം സൃഷ്ടിക്കപ്പെടുന്നതിന്റെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഇവിടെ സംഭവിക്കാനിരിക്കുന്ന സകല കാര്യങ്ങളും അവൻ അറിയാമെന്നും അതവൻ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും അവന്റെ ഇംഗിത പ്രകാരമാണ് ഇവിടെ എല്ലാം നടക്കുന്നത് എന്നും അതിന് അള്ളാഹുവിന് ചില ലക്ഷ്യങ്ങളുണ്ട് എന്നും മനസ്സിലാക്കുന്നിടത്താണ് നമ്മുടെ വിശ്വാസം കുടികൊള്ളുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, നിങ്ങൾ പ്രവർത്തിക്കുക, നിങ്ങൾ പടച്ച റബ്ബിനോട് പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് വല്ലതും നഷ്ടപ്പെട്ടു പോയാൽ നിങ്ങൾ പറയല്ലേ, ലൗ ഫഅൽതു കദാ വ കദാ, ഞാൻ ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ അങ്ങനെ സംഭവിക്കുമായിരുന്നില്ല എന്ന് നീ പറയല്ലേ. നീ പറയേണ്ടത് ഖദറുല്ലാഹ് വമാ ശാഅ ഫഅല, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തീരുമാനമാണ്. അവൻ ഉദ്ദേശിക്കുന്നത് അതുപോലെ നടക്കുമെന്ന ആ ഒരു വിശ്വാസത്തെ ഉറപ്പിക്കുകയാണ് സഹോദരന്മാരെ ഈ സമയത്ത് നമുക്കുണ്ടായിരിക്കേണ്ടത്. എല്ലാറ്റിലും ഒരു ഖൈറുണ്ടാകും. കത്തിക്കൊണ്ടിരിക്കുന്ന വിളക്ക് നോക്കുമ്പോൾ ഒരു കുട്ടിയുടെ കണ്ണിൽ ആനന്ദമാണ്. ആ കുട്ടി വിളക്കിന്റെ അപകടം എന്താണെന്നറിയാതെ നമ്മളോട് ചോദിക്കുകയാണ്, ആ വിളക്ക് എനിക്ക് നൽകണമെന്ന്. അല്ലെങ്കിൽ കയ്യിലെ ഒരു കത്തി നമ്മളോട് കുട്ടി ചോദിക്കുകയാണ്. അല്ലെങ്കിൽ വിലപിടിപ്പുള്ള നമ്മുടെ മൊബൈല് കൃത്യമായി കൈകാര്യം ചെയ്യാൻ കയ്യിന് ബലം എത്തിയിട്ടില്ലാത്തൊരു കുഞ്ഞു ചോദിക്കുകയാണ്. നാം കൊടുക്കാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അതിന്റെ വരും വരായികകളെ കുറിച്ച് നമുക്കറിയാവുന്നത് കൊണ്ടാണ് നാം അത് കൊടുക്കാത്തത്. ഈ പ്രപഞ്ചം സൃഷ്ടിച്ച പടച്ചറബ് എത്ര കഴിവുള്ളവനായിരിക്കണം, നമ്മെ സൃഷ്ടിച്ച പടച്ചറബ് എത്ര ധാരണയുള്ളവനായിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ ഓരോന്നും നൽകുന്ന പടച്ചറബിന് നമ്മുടെ ഭാവിയെക്കുറിച്ചും നമ്മുടെ ദുനിയാവിനെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചും എത്ര കാഴ്ചപ്പാടുണ്ടായിരിക്കണം. അതുകൊണ്ട് ആ അള്ളാഹുവിലേക്കുള്ളൊരു മടക്കവും ആ അള്ളാഹുവിലുള്ളൊരു വിശ്വാസവും ഉറപ്പിക്കേണ്ട സമയമാണിത്. പലരും പ്രകൃതിയെ കുറ്റം പറയുകയാണ്, പലരും അള്ളാഹുവിനെ ശപിക്കുകയാണ്, പലരും എവിടെ ദൈവമെന്ന് കുഞ്ഞു കൈകൾ കൊണ്ട് എഴുതി ചോദിപ്പിക്കുകയാണ്. സഹോദരന്മാരെ, ദൈവമില്ലാത്തത് കൊണ്ടാണോ ഇതെല്ലാം സംഭവിക്കുന്നത്? ദൈവമില്ലാത്തത് കൊണ്ടാണോ ഇതെല്ലാം സംഭവിക്കുന്നത്? ഒരിക്കലുമല്ല. അതുകൊണ്ട് തന്നെ എല്ലാറ്റിന്റെയും പിന്നിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു ഉദ്യമമുണ്ടെന്നും ആ ഉദ്യമത്തിന് പടച്ചറബിനൊരു ഉദ്ദേശമുണ്ട് എന്നും അതിൽ പടച്ചറബിനൊരു മസ്ലഹത്തുണ്ട് എന്നും നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. ദൂരെ അങ്ങകലെ നിന്ന് 25 കിലോമീറ്റർ അതിശക്തമായ ജലപ്രളയത്തിൽ ഒലിച്ചു വന്ന് അവസാനം ചാലിയാറിൽ നിന്ന് പിഞ്ചുമക്കളുടെ ഡെഡ് ബോഡി നമ്മൾ ഏറ്റുവാങ്ങുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മരണപ്പെട്ടു പോകുന്ന പിഞ്ചുമക്കൾ അവർ സ്വർഗത്തിലാണ് സഹോദരന്മാരെ. അവർ ജീവിച്ച് അവർ വഴികേടിലായി നരകത്തിന്റെ വക്താക്കളായി മാറുന്നതാണോ? അതല്ല അവർ ഈ ചെറുപ്രായത്തിൽ മരണപ്പെട്ട് സ്വർഗത്തിലെത്തുന്നതാണോ ഏറ്റവും ഖൈറായിട്ടുള്ളത്? ഒരു ഉദാഹരണം എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഏതിന്റെയും മസ്ലഹത്തും മഫ്സദത്തും അള്ളാഹുവിനേക്കാൾ അറിവുള്ളവരല്ല നമ്മൾ. കാരണം നമുക്ക് ചിന്തിക്കാൻ നമ്മുടെ തലച്ചോറ് കൊണ്ടേ ആവൂ. ഈ തലച്ചോറ് നൽകിയവനാണ് പടച്ചറബ്. മനുഷ്യൻ കണ്ടുപിടിച്ച എന്തെല്ലാമുണ്ടോ അതിനെല്ലാം മുകളിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. മനുഷ്യൻ അവന്റെ ദിശണ കൊണ്ട് നേടിയെടുത്ത അവന്റെ സിദ്ധി കൊണ്ട് അള്ളാഹുവിനെ വെല്ലുവിളിക്കാൻ മാത്രം എന്താണുള്ളത്? ഈ ദിശണ നൽകിയവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഈ തലച്ചോറ് നൽകിയവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഈ കണ്ണും കാതും മനസ്സും നൽകിയവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ട് അള്ളാഹുവിനെ വെല്ലുവിളിക്കേണ്ട സമയമല്ല ഇത്, അള്ളാഹുവിലേക്ക് വിനയപ്പെടേണ്ട സമയമാണിത്. പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല എന്ത് നൽകിയാലും അൽഹംദുലില്ലാഹ് അലാ കുല്ലി ഹാൽ, എന്ത് സംഭവിച്ചാലും അൽഹംദുലില്ലാഹ്. ജനിച്ച മക്കളെല്ലാം മരണപ്പെട്ടു പോയി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേത്. ആൺതരി ഉണ്ടായിരുന്നെങ്കിലെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ ഒരുപാട് കൊതിച്ചു പോയിട്ടുണ്ട്. എല്ലാ ആൺമക്കളും മരിച്ചുപോയപ്പോൾ മക്കയിലെ മുശ്രിക്കുകൾ അതിനെ ആഘോഷിക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഈ ആഘോഷവേളയിൽ അള്ളാഹുവിന്റെ പ്രവാചകന്റെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ട്, മനസ്സ് ഗദ്ഗതമായിട്ടുണ്ട്. പക്ഷെ അള്ളാഹുവിന്റെ പ്രവാചകന്റെ നാവിൽ നിന്ന് അള്ളാഹുവിനെതിരെയുള്ള ഒരു വാക്ക് പോലും വന്നിട്ടില്ല. സഹോദരന്മാരെ, നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ സമ്പത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, ഈ പ്രകൃതിയിൽ വിവിധങ്ങളായിട്ടുള്ള പരീക്ഷണങ്ങൾ ഉണ്ടാകുമെന്ന് അള്ളാഹു നമ്മളോട് പറഞ്ഞ കാര്യമാണ്. വലനബലുവന്നക്കും, ഞാൻ നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് ഫബശ്ശിരി സാബിരീൻ, ഞാൻ നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യുമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. എന്തുകൊണ്ടെല്ലാം? ഭയം കൊണ്ട്, പേടി കൊണ്ട്, വിശപ്പ് കൊണ്ട്, നിങ്ങളുടെ നഷ്ടങ്ങൾ, നിങ്ങളുടെ വ്യത്യസ്തമായ വിഭവ നഷ്ടങ്ങൾ കൊണ്ട്, ശരീര നഷ്ടങ്ങൾ കൊണ്ട്, പലതരത്തിലുള്ള പരീക്ഷണങ്ങൾക്ക് നിങ്ങൾ വിധേയമാക്കപ്പെടുമെന്നാണ്. എത്ര രൂപയാണ് നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അടച്ചത് സഹോദരന്മാരെ? എത്രയെല്ലാം വേദനകളാണ് നമ്മൾ സഹിച്ചിരിക്കുന്നത്? എന്തെല്ലാം പ്രയാസങ്ങളാണ് നമുക്കുണ്ടായിട്ടുള്ളത്? ഈ പ്രയാസങ്ങൾ മാത്രമാണ് നമുക്കുണ്ടായത്? ഒരിക്കലുമല്ല. പ്രയാസങ്ങൾ വരുമ്പോൾ നമുക്ക് സംഭവിച്ച പ്രയാസങ്ങൾ മാത്രമാണ് ഓർമ്മയുണ്ടാകുന്നത്. ഈ ഇരിക്കുന്നത് എത്ര സ്വാതന്ത്ര്യത്തോടുകൂടെയാണ്. ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നു, നിങ്ങൾക്ക് മനസ്സിലാകുന്നു, നിങ്ങൾ
എന്നെ കാണുന്നു, നമ്മൾ ശ്വസിക്കുന്നു, നമ്മൾ അന്നം കഴിക്കുന്നു, നമ്മൾ വേഷം ധരിക്കുന്നു. ഈ പ്രപഞ്ചത്തിന്റെ ഒരു ഭാഗത്തൊരു പരീക്ഷണമുണ്ടെങ്കിൽ ബാക്കി ഭാഗത്തെല്ലാം അനുഗ്രഹീതമായ അവസ്ഥയിൽ ജീവിതം മുന്നോട്ട് നയിക്കുന്നുണ്ടെങ്കിൽ സഹോദരന്മാരെ, അതിന് ശുക്ർ കാണിക്കാനുള്ള മനസ്സ് നമ്മുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കണം. എപ്പോഴും ഇല്ലായ്മയെക്കുറിച്ചും വല്ലായ്മയെക്കുറിച്ചും ചിന്തിക്കുന്ന മനുഷ്യൻ അവന് കിട്ടിയതിനെ കുറിച്ച് ചിന്തിക്കാതെ പോകുന്നു എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞു, വദ്കുറൂ നിഅമത്തല്ലാഹ്, അല്ലാഹു നിങ്ങൾക്ക് നൽകിയ നിഅമത്തിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കണം. എന്നിട്ട് നിങ്ങൾ പടച്ച റബ്ബിന് നന്ദി കാണിക്കണം. ലഇൻ ശകർതും ലഅസീദന്നകും, കിട്ടിയ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും നിങ്ങൾ നന്ദി കാണിച്ചാൽ പടച്ച റബ്ബ് നിങ്ങൾക്ക് ധാരാളമായിട്ട് നൽകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്. സുഹൃത്തുക്കളെ, അന്ത്യനാളിലേക്ക് താരതമ്യപ്പെടുത്തുമ്പോൾ ഇതെല്ലാം നിസാരമാണ്. ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ വഅഖ്റജത്തിൽ അർളു അസ്ഖാലഹാ വഖാലൽ ഇൻസാനു മാ ലഹാ യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹാ ബിഅന്ന റബ്ബക ഔഹലഹാ. ഈ പ്രപഞ്ചം കിടുകിടാ വിറപ്പിക്കപ്പെടുന്ന ഒരു അന്ത്യദിനം വരാനിരിക്കുന്നു. അന്ന് മനുഷ്യൻ ചോദിക്കും, എന്ത് പറ്റി, ഈ പ്രപഞ്ചത്തിന് എന്ത് പറ്റിയെന്ന് ആളുകൾ അത്ഭുതത്തോടെ ചോദിക്കുകയാണ്. വതറന്നാസ സുഖാറാ വമാ ഹും ബിസുഖാറാ. അത് മനുഷ്യന്മാർ ലഹരി പിടിച്ചവരായി, മത്ത് പിടിച്ചവരായി മനുഷ്യന്മാരെ നിനക്ക് കാണാം. വമാ ഹും ബിസുഖാറാ, അവർ മത്ത് പിടിച്ചവരല്ല, മറിച്ച് അല്ലാഹുവിന്റെ അദാബ് അതികഠിനമായി വന്ന് ഭവിച്ചിരിക്കുകയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തഖൂമു സാഅ ഹത്താ യുഖ്ബലൽ ഇൽം, അറിവ് ഉയർത്തപ്പെടാതെ അന്ത്യസമയം സംഭവിക്കുകയില്ല. വതക്സുറു സലാസിൽ വയതഖാറബു സമാൻ വതദ്ഹറു ഫിതൻ വയക്തുറുൽ ഹർജ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ലോകാവസാനം സംഭവിക്കുകയില്ല. ചെറുതും വലുതുമായ പ്രകമ്പനങ്ങൾ നിങ്ങളെ ബാധിച്ചിട്ടല്ലാതെ. ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങളെല്ലാം നമ്മെ ഓർമ്മിപ്പിക്കേണ്ടത് സുഹൃത്തുക്കളെ, വഇദാ ജാഅതിസ് സാഖ വഇദാ ജാഅതി താമ്മത്തുൽ കുബ്ര, ആ ഘോര ശബ്ദം വന്ന് ഭവിച്ചാൽ മനുഷ്യൻ നെട്ടോട്ടമോടുന്ന ഒരവസ്ഥയുണ്ടാകും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. പർവ്വതങ്ങൾ ചിതറിയ ധൂളികളെ പോലെ പാറ്റിക്കപ്പെടുന്ന, മനുഷ്യന്മാർ അലക്ഷ്യമായി അലയുന്ന, ഈ പ്രപഞ്ചത്തിന്റെ അലകും പിടിയും തകരുന്ന, സൂര്യൻ അത് ചുറ്റിപ്പൊതിയപ്പെടുന്ന, നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴപ്പെടുന്ന, സമുദ്രത്തിലെ ഭൂമിയുടെ 70% പരന്നു കിടക്കുന്ന ജലാംശം മുഴുവൻ ആളിക്കത്തിക്കപ്പെടുന്ന, കരകവിഞ്ഞ് കരയിലേക്ക് കുത്തിയൊഴുകുന്ന ആ വല്ലാത്ത ദിനത്തെക്കുറിച്ചുള്ള ഓർമ്മയാണ് ഈ സമയത്തുണ്ടായിരിക്കേണ്ടത്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തി, അറിവുള്ളവരുടെ കുറവ് അന്ത്യദിനത്തിന്റെ അടയാളമാണ്. അധികരിക്കുന്ന ഇത്തരത്തിലുള്ള വിപത്തുകൾ അന്ത്യദിനത്തിന്റെ അടയാളമാണ്. സമയം വേഗത്തിൽ കടന്നു പോകുന്നത് അന്ത്യദിനത്തിന്റെ അടയാളമാണ്. ഫിത്നകൾ വ്യാപിക്കുന്നത് അന്ത്യദിനത്തിന്റെ അടയാളമാണ്. കൊലപാതകിക്കും അറിയില്ല എന്തിനാ കൊന്നത്, കൊല ചെയ്യപ്പെട്ടവനും അറിയില്ല എന്തിനാ കൊന്നത്. ഇങ്ങനെ കൊലപാതകം പെരുക്കുന്നത് അന്ത്യദിനത്തിന്റെ അടയാളമാണെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളുടെ മുന്നിൽ ഓതി കേൾപ്പിച്ച വചനം നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട വചനമാണ്. അവല യറൗന അന്നഹും യുഫ്തനൂന ഫീ കുല്ലി ആമിൻ മറതൻ ഔ മറതൈൻ. അവർ മനസ്സിലാക്കുന്നില്ലേ, അവർ കാണുന്നില്ലേ, അന്നഹും യുഫ്തനൂന ഫീ കുല്ലി ആമിൻ, എല്ലാ കൊല്ലവും അവർ പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. മറതൻ ഔ മറതൈൻ, ഭീകരമായ പരീക്ഷണങ്ങൾ 1, 2, 3 തവണ മനുഷ്യരെ ഓരോ കൊല്ലവും പിടിച്ചുലക്കുകയാണ്. രോഗങ്ങളായിട്ട്, ഇതുപോലത്തെ പ്രളയങ്ങളായിട്ട്, വിവിധങ്ങളായിട്ടുള്ള പ്രയാസങ്ങളായിട്ട് ഓരോ കൊല്ലവും 1, 2 വലിയ ഫിത്നകൾ നമ്മെ ബാധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നത് അവർ മനസ്സിലാക്കുന്നില്ലേ. സുമ്മല യതൂബൂന വലഹും യദക്കറൂൻ, എന്നിട്ടും അവർ തൗബ ചെയ്ത് മടങ്ങുന്നില്ല എന്നാണ്. കരയുകയാണ് നാം, വിതുമ്പുകയാണ് നാം, ന്യൂസ് വായിച്ച് പതറിയിരിക്കുകയാണ് നാം. എന്തൊക്കെ ചെയ്യാൻ നമുക്ക് സാധിക്കുമെങ്കിലും അത് ചെയ്യാൻ പറ്റാത്ത കോലത്തിൽ വല്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ മാറിയിരിക്കുകയാണ് സഹോദരന്മാരെ. പക്ഷെ നാം ചിന്തിച്ചു നോക്കിയോ, ഈ പ്രളയത്തിന്റെ സമയത്തും പള്ളികളിൽ ജമാഅത്തിന് ആളുകൾ എത്തിപ്പെടുന്നുണ്ടോ? ഈ വിപത്തിന്റെ സമയത്തും ആളുകൾ അല്ലാഹുവിലേക്ക് മടങ്ങാൻ തയ്യാറാകുന്നുണ്ടോ? അവിഹിതങ്ങൾ വിരാജിക്കുന്നവര്, പലിശ സംബന്ധമായ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നവര്, അനാശാസ്യങ്ങളിലും അതുപോലെ തന്നെ ഹറാമായ വഴികളിലൂടെയും ആസ്വാദനം കണ്ടെത്തുന്നവര്, മദ്യത്തിന്റെയും മദിരാശിയുടെയും മാസ്മരിക ലോകത്ത് ആടിത്തിമിർക്കുന്നവര് ഇന്നും ഇന്നലെയും കഴിഞ്ഞ ദിവസവും ഉണ്ടായിട്ടില്ലേ സഹോദരന്മാരെ? ഇവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദ്യം. ഒരു വർഷത്തിൽ 1, 2 തവണ ഞാൻ നിങ്ങളെ പരീക്ഷിച്ചിട്ടും നിങ്ങൾ എന്താണ് മടങ്ങാത്തത് എന്നതാണ്. സുഹൃത്തുക്കളെ, പലവിധ ഭൗതിക കാരണങ്ങളുണ്ടാകാം. മനുഷ്യന്മാർ പ്രകൃതിയിൽ കൈകടത്തിയത് ഇതിന് കാരണമാണ്, നാം ഒരിക്കലും അല്ലെന്ന് പറയുന്നില്ല. പ്രകൃതി ലോല പ്രദേശങ്ങളിലുള്ള താമസം വലിയ പ്രയാസവും പ്രതിസന്ധിയുമാണ്, അതില്ലെന്ന് നമ്മൾ പറയുന്നില്ല. എന്നാൽ അതിനേക്കാളെല്ലാം വലിയൊരു സബബ് ഇതിന്റെ പിന്നിലുണ്ട്. എന്തേ ഇങ്ങനെ എന്ന് ചോദിച്ചാൽ, എന്തേ നാം ഇങ്ങനെ എന്ന് ചോദിക്കാൻ സമയം അധികരിച്ചു പോയിട്ടുണ്ട് സഹോദരന്മാരെ. നമ്മുടെ രാവും പകലും നാം പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട് സഹോദരന്മാരെ. അല്ലാഹുവിന്റെ മുന്നിൽ എന്റെ നമസ്കാരവും എന്റെ നോമ്പും എന്റെ ജീവിതവും എല്ലാം നിനക്കാണ് എന്ന് പറഞ്ഞ നമ്മുടെ ജീവിതത്തിന്റെ
ഇരുളുകളെക്കുറിച്ച് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്. മനുഷ്യരുടെ കൈകൾ പ്രവർത്തിക്കുന്നതിന്റെ കാരണമായിട്ടാണ് ഈ ദുരന്തങ്ങൾ കരയിലും കടലിലും ഉണ്ടാകുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. മലമുകളിൽ കുത്തിനാട്ടിയ ഫ്ളാറ്റുകൾക്കകത്ത് എന്താണ് സംഭവിക്കുന്നത് അറിയാമോ? ആളുകൾ തണുപ്പുള്ള ഇടങ്ങളിലേക്ക് തേടിപ്പോയിട്ട് അവിടങ്ങളിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാമോ? കള്ളു കുടിച്ച് അവിഹിതങ്ങളിൽ ഏർപ്പെട്ട് വളരെ മോശപ്പെട്ട നിലക്ക് ജീവിക്കുമ്പോൾ അറിയണമായിരുന്നു ഈ പർവ്വതത്തിന്റെ, ഈ പ്രപഞ്ചത്തിന്റെ നിയന്ത്രണം അല്ലാഹുവിന്റെ കയ്യിലാണെന്ന്. ആ അല്ലാഹുവിനെതിരെ പ്രവർത്തിക്കുമ്പോൾ ജീവിതത്തിൽ എന്തു വലിയ ഭവിഷ്യത്താണ് സംഭവിക്കുക എന്ന് നമുക്കറിയില്ല സഹോദരന്മാരെ. മുൻഗാമികൾ അല്ലാഹു പിടികൂടിയിട്ടുണ്ട്. ഫകുല്ലൻ അഖദ്നാ ബിദംബിഹി, എല്ലാവരെയും പിടികൂടിയത് അവരുടെ പാപങ്ങൾ കാരണത്താലാണെന്ന് അല്ലാഹുവിന്റെ ഖുർആനിൽ പടച്ചറബ് നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോൾ ആ ശിക്ഷകളെക്കുറിച്ചും ഭയാനകമായ അന്ത്യദിനത്തെക്കുറിച്ചും അല്ലാഹുവിന്റെ ഖുദ്റത്തിനെക്കുറിച്ചും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ കാഴ്ചപ്പാടിനെക്കുറിച്ചും നമ്മുടെ ജീവിത വിശുദ്ധിയെക്കുറിച്ചും നമ്മുടെ ഇരുട്ടിനെയും പകലിനെയും കുറിച്ചും നാം ചേർത്തുവച്ച ബന്ധങ്ങളുടെ ഇടയിലുള്ള വിള്ളലുകളെക്കുറിച്ചും നമ്മുടെ അഹങ്കാരത്തെക്കുറിച്ചും നമ്മുടെ ധാർഷ്ട്യത്തെക്കുറിച്ചും നമ്മുടെ അധികാരമോഹത്തെക്കുറിച്ചും നമ്മുടെ എല്ലാവരുടെയും പവറിട്ടുള്ള ജീവിതത്തെക്കുറിച്ചും ചിന്തിക്കാനുള്ള സമയമാണ് സഹോദരന്മാരെ. ഇതെല്ലാം അതിനെക്കുറിച്ചൊന്നും ഓർമ്മിക്കാനില്ലെങ്കിൽ ഇതിലൊന്നും പ്രത്യേകിച്ച് നമുക്കൊരു പാഠവുമില്ല. ഇതെല്ലാം അതിന്റെ നാളുകൾ കടന്നു പോകുമ്പോൾ ആളുകൾ മറക്കപ്പെടും, വീണ്ടും പഴയ ജീവിതത്തിലേക്ക് മടങ്ങിപ്പോകുമെന്ന് സഹോദരന്മാർ നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ പിഞ്ചു പൈതങ്ങൾ, ഇവിടെ പ്രായമായ ആളുകൾ, എന്താണ് അവരുടെയൊക്കെ അവസ്ഥ എന്നത് നാം പരിശോധിക്കേണ്ടതാണ്. സ്വന്തം സുഖത്തിന് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിച്ച് പിഞ്ചുമക്കൾ ഇവിടെ പീഡിപ്പിക്കപ്പെടുകയാണ്. എത്രയോ പ്രായമായവർ ആരാരും പരിശോധിക്കപ്പെടാതെ, ആരാരും പരിചരിക്കപ്പെടാതെ അവഗണിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു കവി പാടിയതുപോലെ ഇവിടെ കുറച്ച് മൃഗങ്ങളും, ഇവിടെ കുറച്ച് കുട്ടികളും, ഇവിടെ കുറച്ച് പ്രായമായ വൃദ്ധന്മാരും പടച്ചോന് ദിക്റെടുത്ത് ജീവിക്കല്ലായിരുന്നെങ്കിൽ അള്ളാന്റെ ശിക്ഷ നമ്മളെ വന്ന് ഭവിക്കുമായിരുന്നു എന്ന് പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ദീൻ മനസ്സിലാക്കിയ മുൻഗാമികൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ടെങ്കിൽ സഹോദരന്മാരെ, നമുക്കാർക്കും നിർഭയമായിരിക്കാൻ കഴിയില്ല, നമുക്കാർക്കും ധൈര്യപ്പെട്ടിരിക്കാൻ കഴിയില്ല. നാം ജീവിക്കുന്ന ഈ പ്രപഞ്ചം ഇവിടെ നിൽക്കുമ്പോൾ മലയുടെ താഴെയുള്ള ആളുകൾക്ക് പേടിയാണ് ഇതൊന്ന് ഇടിയുമോ. അതുപോലെ തീരപ്രദേശത്ത് ജീവിക്കുന്ന ആളുകൾക്ക് പേടിയാണ് ഈ പുഴ നിറഞ്ഞു കവിയുമോ, ഈ കടല് കരയെടുക്കുമോ എന്ന്. ഇതിനിടയിലുള്ള ആളുകൾ സേഫാണെന്ന് വിചാരിക്കുകയാണ്. ഇതൊന്ന് പടച്ചറബ് പിടിച്ചു കുലുക്കിയാൽ എല്ലാം കഴിഞ്ഞു. വെറും 50 സെക്കൻഡ് കൊണ്ടാണ് സിറിയയിൽ ഒരു നിമിഷത്തെ കുലുക്കം കൊണ്ടാണ് എത്രയോ ബിൽഡിങ്ങുകൾ നിലംപൊത്തിയത്, എത്രയോ ജീവനുകൾ അവിടെ ഇല്ലാതായി പോയത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, അല്ലാഹുവിലേക്ക് മടങ്ങാനും ദുരന്തങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാനും അല്ലാഹുവിന്റെ ശിക്ഷയെ ഭയപ്പെട്ടുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാനും നമ്മുടെ ജീവിതത്തിലെ അബദ്ധങ്ങളെ തിരുത്തുവാനുമാണ് നാം ശ്രദ്ധിക്കേണ്ടത്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഒരു പ്രളയം, ഒരു പ്രയാസം, ഒരു ബുദ്ധിമുട്ടുണ്ടായപ്പോ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ജനങ്ങളെ വിളിച്ചുകൂട്ടിയിട്ട് അവരോട് ഉപദേശിക്കുകയാണ്. യാ അയ്യുഹന്നാസ്, ഹേ ജനങ്ങളെ, മാ കാനത് ഹാദിഹിൽ സൽസല ഇല്ലാ അൻ ഷൈഇൻ അഹ്ദസ്തുമൂഹു വല്ലദീ നഫ്സി ബിയദിഹി ലഇൻ ആദത് ലാ ഉസാകിനുകും ഫീഹാ അബദാ. മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നു, ജനങ്ങളെ, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വിപത്ത്, ഒരു കുലുക്കം, ഒരു ഭൂമി കുലുക്കം ഇവിടെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹു തന്നെയാണ് സത്യം. നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഇതുവരെ ചെയ്യാത്ത അബദ്ധങ്ങൾ, തിന്മകൾ തുടങ്ങിവെച്ചതിന്റെ കാരണത്താലായിരിക്കും ഇങ്ങനെ ഒരു സംഗതി ഉണ്ടായിട്ടുണ്ടാവുക എന്നാണ് അദ്ദേഹം ജനങ്ങളോട് പറയുന്നത്. അതുകൊണ്ട് ജാഗ്രത കാണിക്കുക, അല്ലാഹുവിലേക്ക് മടങ്ങുക, പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആലയിൽ ക്ഷമയുള്ളവരായിക്കൊണ്ട്, ആത്മാർത്ഥമായിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. ക്ഷമ ഒരു വിശ്വാസിയുടെ മേൽമുണ്ടാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അഷ്റഫുൽ ഖൽഖാണ്, നാളെ സ്വർഗ്ഗത്തിൽ ആദ്യം പ്രവേശിക്കുന്ന വ്യക്തിയാണ്. പക്ഷേ ഏറ്റവും അധികം പരീക്ഷിക്കപ്പെട്ടത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അതുകൊണ്ട് തന്നെ ക്ഷമിക്കാൻ ഏതൊരു സാഹചര്യത്തിലും നമുക്കെല്ലാവർക്കും ആകണം. ക്ഷമിക്കൂ എന്ന് പറയാൻ എളുപ്പമാണ്, പക്ഷേ ക്ഷമ ജീവിതത്തിൽ കൊണ്ടു നടക്കുക എന്നത് നമുക്കെല്ലാവർക്കും ഉണ്ടോ എന്നത് സഹോദരന്മാരെ നമ്മൾ പരിശോധിക്കേണ്ട കാര്യമാണ്. അതോടൊപ്പം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ തവക്കുലാക്കാൻ നമുക്കെല്ലാവർക്കും സാധിക്കേണ്ടതുണ്ട്. എന്തെല്ലാം ഉണ്ടെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സംരക്ഷണത്തിൽ മാത്രമാണ് നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കുക. അതുകൊണ്ട് അല്ലാഹുവേ,
നീ ഞങ്ങളെ കൈവിടല്ലേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാനും നമ്മുടെ ഏതെങ്കിലും ഭൗതിക കാര്യങ്ങളിൽ നമ്മുടെ സംഗതികളെ ഉടക്കി വെക്കാതെ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കാനും ആത്മാർത്ഥമായി പടച്ചറബിനോട് പ്രാർത്ഥിക്കുവാനും നമുക്കെല്ലാവർക്കും സാധിക്കേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിന്റെ ശിക്ഷ ഇറങ്ങാതിരിക്കാൻ 2 കാരണങ്ങൾ അള്ളാഹു പറഞ്ഞു. ഒന്ന്, വഅൻത ഫീഹിം, താങ്കൾ അവരുടെ കൂടെ ഉണ്ടാവുക. അത് കഴിഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം കഴിഞ്ഞു. രണ്ടാമത്തെ കാരണം വമാ കാന അല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ, അള്ളാഹുവിന്റെ ശിക്ഷ ഇറങ്ങാതിരിക്കാനുള്ള രണ്ടാമത്തെ കാരണം അവർ ഇസ്തിഗ്ഫാർ ചെയ്യുന്നിടത്തോളം അള്ളാഹു അവരെ ശിക്ഷിക്കുകയില്ല എന്നാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ധാരാളമായി ഇസ്തിഗ്ഫാർ നടത്തുക, ധാരാളമായി തൗബ ചെയ്യുക. സാധുക്കളാണ് നമ്മൾ. പലവിധ സാഹചര്യങ്ങൾ കൊണ്ട് വൻ പാപങ്ങൾ മുതൽക്ക് ചെറിയ ചെറിയ പാപങ്ങളിൽ വരെ നാം അകപ്പെട്ടിരിക്കുകയാണ്. പലരും ചെയ്യുന്നത് കുറ്റമാണെന്നറിഞ്ഞിട്ടും അതിന്റെ സുഖവും സന്തോഷവും നുകർന്നുകൊണ്ടേ ജീവിക്കുകയാണ്. ഈ യാത്ര ദുരന്തത്തിലേക്കാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് മടങ്ങുവാനും അള്ളാഹുവിനോട് ധാരാളമായി ഇസ്തിഗ്ഫാറിനെ വർദ്ധിപ്പിക്കുവാനും സുഹൃത്തുക്കളെ നമ്മൾ എല്ലാവരും തയ്യാറാവുക എന്നുള്ളതാണ് അള്ളാഹുവിന്റെ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ആത്മാർത്ഥമായി പടച്ചറബിലേക്ക് മടങ്ങാനും എല്ലാറ്റിലും ക്ഷമ കൈക്കൊള്ളുവാനും നമ്മുടെ പ്രയാസപ്പെടുന്ന സഹോദരങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുവാനും നമ്മളെല്ലാവരും തയ്യാറാവുക. വിശ്വാസികൾ ഒറ്റ ശരീരം പോലെയാണ്. ഒരു ശരീരത്തിന് എന്തെങ്കിലും പ്രയാസം, ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് എന്തെങ്കിലും ഒരു പ്രയാസമുണ്ടായാൽ അത് ശരീരം മൊത്തം പ്രകടിപ്പിക്കുന്നത് പോലെ എവിടെയെങ്കിലും നമ്മുടെ കൂടപ്പിറപ്പുകൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പ്രയാസമുണ്ടായാൽ അത് നമ്മുടെയും പ്രയാസമാണ്. ഇർഹമൂ മൻ ഫിൽ അർദ് യർഹമുകും മൻ ഫിസ് സമാ, ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കൂ, അല്ലാഹു ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും എന്നാണ്. ഈ സമയത്ത് നമ്മൾ നമ്മിലേക്ക് ചുരുങ്ങിപ്പോകാതെ ഈ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് നമ്മളെ കൊണ്ട് എന്താണ് ചെയ്യാൻ സാധിക്കുക എന്നത് നാം പരിശോധിക്കണം. അത് ദീനാണ് സുഹൃത്തുക്കളെ. ഖുർആൻ പറയുകയാണ്, അവർ ആ കടമ്പ കടന്നുപോയിട്ടില്ല, ആ വലിയ മലമ്പാത അവർ കടന്നിട്ടില്ല. അതെങ്ങനെയാണ് കടക്കുന്നത്? പട്ടിണി പാവങ്ങളെ, യതീമുകളെ, വിധവകളെ, പ്രയാസപ്പെടുന്നവരെ സഹായിക്കുന്നതിലൂടെയാണ്. യസ്സിറൂ വലാ തുഅസ്സിറൂ, നിങ്ങൾ എളുപ്പമുണ്ടാക്കൂ, പ്രയാസമുണ്ടാക്കുന്നവരാകരുത്. ഈ പ്രളയത്തിന്റെ രംഗങ്ങളെല്ലാം പലവിധ ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്ത്, കയ്യും കാലും ഛേദിക്കപ്പെട്ട ചിത്രങ്ങൾ പല ഗ്രൂപ്പുകളിലൂടെയും ഷെയർ ചെയ്ത് അവിടെ പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്നവരാകരുത് നമ്മൾ. എല്ലാ ഗ്രൂപ്പുകളിലും അങ്ങേയറ്റത്തെ മനക്കരുത്തുള്ളവരല്ല ഉള്ളത്. മാനസിക രോഗത്തിന് മരുന്ന് കഴിക്കുന്നവരുണ്ട്, ഹാർട്ട് അറ്റാക്ക്, ഒരുപാട് ബ്ലോക്കുകൾ കഴിഞ്ഞ് ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുന്ന ആളുകളുണ്ട്. ഇത് വലിയൊരു ട്രോമയായി മനസ്സിൽ കിടക്കാൻ മാത്രം ദുർബല ഹൃദയരായ ആളുകൾ എല്ലാ ഗ്രൂപ്പുകളിലുമുണ്ട്. അതുകൊണ്ട് ആവശ്യമുള്ളത് മാത്രം ഷെയർ ചെയ്യാനും മസ്ലഹത്ത് കണ്ട് മാത്രം ഇടപെടാനും എല്ലാറ്റിലും ചീഞ്ഞു നാറിയ പലവിധ ദുരാരോപണങ്ങൾ ഉന്നയിക്കാൻ ശ്രമിക്കാതെ പക്വമായിട്ട് കാര്യങ്ങളെ നോക്കിക്കാണുവാനും പാവപ്പെട്ട സഹോദരങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ, എവിടെയിരുന്നും നമുക്ക് ചെയ്യാവുന്ന കാര്യം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ, നമ്മുടെ സമ്പത്ത് കൊണ്ട് പരമാവധി അവരെ സഹായിക്കാൻ, നമ്മുടെ ശരീരം കൊണ്ട്, നമ്മുടെ യോഗ്യതകൾ കൊണ്ട്, നമ്മുടെ നേട്ടങ്ങൾ കൊണ്ട് അവർക്ക് എന്തെല്ലാം ചെയ്തു കൊടുക്കാൻ സാധിക്കുമോ അതെല്ലാം ചെയ്തു കൊടുക്കാൻ സഹോദരന്മാരെ നമുക്ക് സാധിക്കണം. ഡോക്ടർമാരുണ്ടാവും, നഴ്സുമാരുണ്ടാവും, അതുപോലെ തന്നെ വീട് പണികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ടാവും, ഇലക്ട്രീഷ്യന്മാരുണ്ടാകും, ടെക്നീഷ്യന്മാരുണ്ടാകും, പല ജോലി ചെയ്യുന്ന ആളുകളുണ്ടാകും. ഇനി ബുദ്ധിപരമായിട്ട് കൗൺസിലിംഗ് മറ്റു കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കാൻ കഴിവുള്ളവരുണ്ടാകും. ശരീരം കൊണ്ട് എന്ത് ജോലിയും ചെയ്യാൻ കഴിവുള്ള കരുത്തുള്ള ആളുകളുണ്ടാകും. നമ്മളെ കൊണ്ട് പറ്റുന്നതെല്ലാം ഇത്തരത്തിലുള്ള ആളുകൾക്ക് സഹായം ചെയ്തു കൊടുക്കാൻ നമ്മൾ തയ്യാറാവുക. സുഹൃത്തുക്കളെ, ഐക്യം, സാഹോദര്യം ഇതെല്ലാം പറയാൻ എളുപ്പമാണ്, ഭിന്നിക്കാൻ അതും വളരെ എളുപ്പമാണ്. കാരണം ഒരു കുടുംബത്തിൽ 5 മക്കളുണ്ടെങ്കിൽ 5 പേരുടെയും സ്വഭാവം വ്യത്യസ്തമാണ്. ബാപ്പക്കും ഉമ്മക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും യോജിപ്പില്ലാത്ത പല കാര്യങ്ങളുണ്ട്. മക്കൾക്കും രക്ഷിതാക്കൾക്കുമിടയിൽ യോജിപ്പില്ലാത്ത പല കാര്യങ്ങളുമുണ്ട്. അതിന്റെ പേരിൽ കുടുംബം വിട്ട് നാം ആരും പോകാറില്ല. ചേർത്ത് പിടിച്ച് ഒരു കുടുംബം എന്ന നിലക്കാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ആദർശപരമായിട്ട് പലതരത്തിലുള്ള അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായിരിക്കാം, രാഷ്ട്രീയമായിട്ട് പലതരത്തിലുള്ള പലവിധ ചേരിതിരിവുകൾ ഉണ്ടായിരിക്കാം. പക്ഷേ മനുഷ്യർ എന്ന നിലക്ക് നാം ഒന്നാണ്. വിശ്വാസികൾ എന്ന നിലക്ക്, തൗഹീദ് ഉൾക്കൊണ്ടവർ എന്ന നിലക്ക് അങ്ങനെയാണ് നാം ഈ പള്ളിയിൽ ഒരുമിച്ച് കൂടിയത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉൾക്കൊണ്ടു എന്ന നിലക്ക് നാം എല്ലാവരും ഒന്നാണ്. അതുകൊണ്ട് ഈ മഹല്ലിന്റെ ഏതെങ്കിലും ഒരു പ്രദേശത്ത് മഴയുടെ പ്രയാസമോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള രോഗത്തിന്റെ പ്രയാസമോ സാമ്പത്തികമായ കുടുക്കിലോ ആരെങ്കിലുമൊക്കെ പെട്ടുകിടക്കുന്നുണ്ടെങ്കിൽ അവരെ നാം അറിഞ്ഞില്ലെന്നൊരിക്കലും വരരുത്. ഞാൻ രോഗിയായി, നീ എന്നെ പരിചരിച്ചില്ല എന്ന് പടച്ചറബ് പരലോകത്ത് മനുഷ്യൻ ചോദിക്കും, പടച്ചവനെ നിനക്ക് രോഗമോ? അതെ, നിന്റെ നാട്ടിൽ ഇന്ന ആൾ രോഗിയായി കിടന്നപ്പോ നീ അവനെ പരിചരിച്ചിരുന്നെങ്കിൽ നിനക്കവിടെ എന്നെ കാണാമായിരുന്നു. ഞാൻ വിശന്നിട്ട് നീ എന്നെ ഭക്ഷിപ്പിച്ചില്ല,
അല്ലാഹു നിനക്ക് വിശപ്പോ? അതെ, ഇന്നയാൾ വിശന്ന് കിടന്നപ്പോ നീ അവനെ ഭക്ഷിപ്പിച്ചില്ല. അവിടെ പോയിരുന്നെങ്കിൽ നിനക്കെന്നെ കാണാമായിരുന്നു എന്നാണ്. സുഹൃത്തുക്കളെ, ഹിറാ ഗുഹയിൽ നിന്ന് പേടിച്ച് വരച്ചു വരുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഖദീജ റളിയല്ലാഹു അൻഹ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞ എന്താ അറിയോ? നിങ്ങൾ ഭയപ്പെടണ്ട, അല്ലാഹു നിങ്ങൾ ഒരിക്കലും കൈവടിയുകയില്ല. കാരണം പ്രയാസപ്പെടുന്നവർക്ക് താങ്ങാണ് താങ്കൾ എന്നാണ്. അവലംബമില്ലാത്തവർക്ക് അവലംബമാണ് താങ്കൾ എന്നാണ്. യതീമുകൾക്കും വിധവകൾക്കും ആ നാട്ടിലുള്ള പട്ടിണി പാവങ്ങളുടെയും അത്താണിയായിരുന്നു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഇത് ദീനാണ് സഹോദരന്മാരെ. അതുകൊണ്ട് ഈ സന്ദർഭത്തിൽ നമ്മൾ ചെയ്യേണ്ട ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ യാതൊരുവിധ വൈജാത്യവുമില്ലാതെ ഒരുമിച്ച് ചേരാനും നമ്മുടെ മഹല്ലുകളിൽ ഇത്തരം കാര്യങ്ങളിൽ അറിവും കഴിവുമുള്ള ആളുകൾ ഒരുമിച്ച് കൂടുവാനും എന്ത് പ്രയാസമുണ്ടായാലും ഒന്നും നോക്കാതെ ഇറങ്ങിത്തിരിക്കാനും നമ്മളെല്ലാവരും തയ്യാറാവുക. അല്ലാഹുവിനോട് ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കുക. ഇൻഷാ അല്ലാഹ് ഇന്ന് എല്ലാ പള്ളികളിലും വയനാടിന്റെ പുനരുദ്ധാരണത്തിന് വേണ്ടിയുള്ള കലക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയും അതിന്റെ പൊതുവായ ഒരു കലക്ഷൻ പുറത്ത് നടക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അവിടെ ബക്കറ്റ് സ്ഥാപിച്ചിട്ടുണ്ട്. നമ്മുടെ പോക്കറ്റിനെ ബാധിക്കും വിധം അവരുടെ വേദനകളെക്കുറിച്ച്, നൊമ്പരങ്ങളെക്കുറിച്ച്, ആ കുടുംബത്തിന്റെ വിഷമങ്ങളെക്കുറിച്ച്, കുടുംബത്തിലുള്ള മുഴുവൻ ആളുകളും മരിച്ചുപോയ ഒറ്റത്തടികളുടെ കണ്ണീര് കണ്ട് വിഷമിച്ചു നിൽക്കുന്ന നമ്മൾ അവർക്ക് വേണ്ടി എന്ത് ചെയ്യാൻ സാധിക്കുമോ അത് പരമാവധി ചെയ്യാനുള്ള ഒരു ശ്രദ്ധയാണ് സഹോദരന്മാരെ ഈ ഒരു സമയത്ത് നമുക്കുണ്ടായിരിക്കേണ്ടത്. പ്രയാസപ്പെടുന്നവരെ നിങ്ങൾ പ്രയാസം എളുപ്പമാക്കി കൊടുത്താൽ യസ്സറല്ലാഹു ഫിദ്ദുനിയ വൽ ആഖിറ, പരലോകത്തും ദുനിയാവിലും അല്ലാഹു നിങ്ങളുടെ പ്രയാസങ്ങളിൽ എളുപ്പമുണ്ടാക്കി തരുമെന്ന് പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് വാക്ക് നൽകിയിരിക്കുകയാണ്. അല്ലാഹുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ദാസന്മാർ അൻഫഉഹും ലിന്നാസ്, ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്പെട്ട ആളുകളെയാണ് അല്ലാഹുക്ക് ഏറ്റവും ഇഷ്ടമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോൾ ഈ വലിയ ജലപ്രളയത്തിൽ നമുക്കുള്ള മുഴുവൻ പാഠങ്ങളെയും നാം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതം വിശുദ്ധിപ്പെടുത്താനും ഈ പ്രളയത്തിൽ അകപ്പെട്ടു പോയ സാധുക്കൾക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുവാനും നമ്മളെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന മുഴുവൻ കാര്യങ്ങൾ കൊണ്ടും അവരെ സഹായിക്കാനും നമ്മൾ തയ്യാറാവണം. ഒരു കാഴ്ചക്കാരായി നാം അവിടെ പോകേണ്ടതില്ല എന്ന് നിയമപാലകർ നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അത് കൃത്യമായി നമ്മൾ പാലിക്കേണ്ടതുണ്ട്. ക്യാമറകളെയും മറ്റു കാര്യങ്ങളെയും ഒക്കെ നമ്മൾ കൃത്യമായി നിയന്ത്രിക്കേണ്ടതുണ്ട്. നമ്മുടെ ഷെയറുകളെയും നമ്മുടെ ഇടപെടലുകളെയും നമ്മുടെ കമന്റുകളെയും നമ്മൾ കൃത്യമായി തന്നെ കൺട്രോൾ ചെയ്യേണ്ടതുണ്ട്. ഇത് രാഷ്ട്രീയം പറയേണ്ട സമയമല്ല, ഇത് മതപരമായിട്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വൈരാഗ്യം തീർക്കേണ്ട സമയമല്ല. അതുകൊണ്ട് പക്വമായി മുന്നോട്ട് നീങ്ങാൻ നമ്മളെല്ലാവരും തയ്യാറാവുകയും ഒരുമിച്ച് യോജിപ്പോടുകൂടെ അലമുറയിട്ട് വിളിക്കുമ്പോൾ അവിടെ പാർട്ടിയില്ല സഹോദരന്മാരെ, സ്വന്തം സംഘടനയില്ല, മനുഷ്യരാണ് അവിടെ കൂടിയിരിക്കുന്നത്. അതുകൊണ്ട് ആ ബോധം എപ്പോഴും ഉണ്ടായിക്കൊണ്ട് വിനയാന്വിതന്മാരായി മുന്നോട്ട് പോകാനും വളരെ സ്നേഹത്തോടുകൂടെ ഒരുമയോടുകൂടെ മുന്നോട്ട് പോകാനും നമ്മളെല്ലാവരും ശ്രമിക്കുക. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. വന്നുപോയ എല്ലാ പാപങ്ങളും അല്ലാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരട്ടെ. അവന്റെ പരിശുദ്ധ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ എല്ലാവരെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നാം ഭയക്കുന്ന മഹാവിപത്തുകളിൽ നിന്ന് അല്ലാഹു നമ്മെ എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹജാത്ത്. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. ആമീൻ برحمتك يا أرحم الراحمين.